എന്തിനായിരുന്നു ഈ നാടകം എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. അതാണ് മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഗവർണറുമായിട്ടുള്ള സന്ധി ചേരൽ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ള വിഷയമാണ്. ഭാരതാംബയെ ചൊല്ലി കേരളത്തിൽ ഇത്രയും വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിട്ട് കഴിഞ്ഞ ദിവസം വീണ്ടും ഇവർ തമ്മിൽ മഞ്ഞുരുകുന്ന പോലെ ഒന്നിച്ചേരുന്നൊരു സംവിധാനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഇവർ തമ്മിലൊരു അന്തർധാരയുണ്ടോ? ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു രാജ്ഭവൻ പുറത്തിറക്കുന്ന ത്രൈമാസികയുടെ 1-ാം ഭാഗത്തിന്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ആ ഒരു ഉദ്ഘാടന ചടങ്ങിലെത്തുകയും അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഗവർണറുടെ അധികാര പരിധികൾ എന്തൊക്കെയാണ് എന്ന് കാണിച്ചുകൊണ്ട് 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകത്തിൽ സംസ്ഥാന സർക്കാർ ഒരു ഭാഗം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത്. അത് ഇന്നത്തെ ഗവർണർ ചെയ്യുന്ന കാര്യങ്ങൾ പരിധി ലംഘിച്ച് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് എന്നായിരുന്നു അന്ന് പറയപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു ത്രൈമാസികയിലെ ഒരു ലേഖനം, ഗവർണറുടെ ലീഗൽ അഡ്വൈസർ എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിനകത്ത് ഗവർണറുടെ അധികാര പരിധികൾ എന്തൊക്കെയാണ് എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പോർഷൻ കൂടി ഉണ്ടായിരുന്നു. ആ ഒരു പോർഷനെ കുറിച്ച് പിണറായി വിജയൻ വിയോജിപ്പ് അറിയിച്ചുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഈ ലേഖനത്തിലുള്ളതെല്ലാം തന്നെയും സർക്കാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അല്ല, ലേഖകന്റെ മാത്രം സ്വന്തം താല്പര്യങ്ങൾ കൊണ്ട് ഉൾപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിയോജിപ്പ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്ന് തെളിയിക്കുന്ന മറ്റൊരു കാരണം കൂടിയായി മാറി ഈ ഒരു ത്രൈമാസിക എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും രാജ്ഭവനിൽ ഈ ഒരു ചടങ്ങിൽ ഭാരതാംബ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും മറ്റൊരു ശ്രദ്ധേയമായ വിഷയം തന്നെയായിരുന്നു. അല്ല, ഭാരതാംബ അല്ലെങ്കിൽ ആ കൊടി പിടിച്ച സ്ത്രീയുടെ ചിത്രം മാറ്റി, അങ്ങനെയാണ് പല മാധ്യമങ്ങളും അതിനെ റിപ്പോർട്ട് വരെ ചെയ്തിട്ടുള്ളത്. അപ്പം അവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനു മുമ്പിട്ട് അവിടെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തരത്തിലുള്ള കോലാഹലങ്ങളാണ് ഉണ്ടായത്. ഈ ഒരു കോലാഹലങ്ങൾക്ക് പിന്നിലെല്ലാം തന്നെയും സർക്കാരിന്റെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി ഗവർണർ നടത്തിയ ചില നീക്കങ്ങളായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു സമയങ്ങളിൽ പിണറായി വിജയനെതിരെ വന്നിരുന്ന പല വിമർശനങ്ങളും ഈ ഒരു ഭാരതാംബ വിഷയം കൊണ്ട് മൂടപ്പെട്ടതായി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു, പിണറായി വിജയനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഏതൊരു വിഷയം വരുമ്പോഴും ഗവർണർ പുതിയൊരു വിവാദവുമായി രംഗത്ത് വരുന്നത് ആ ഒരു സമയത്ത് സ്ഥിരം കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഈ ഭാരതാംബ വിഷയം അന്നുണ്ടായിരുന്നത്. അന്നത്തെ നമുക്കറിയാം, ആ ഒരു സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന എതിർപ്പുകളും അല്ലെങ്കിൽ SFIയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വലിയ വലിയ സമരങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഭാരതാംബ രാജ്ഭവനിൽ നിന്നും പൂർണ്ണമായി എടുത്ത് മാറ്റാതെ അവർ അടങ്ങില്ല എന്നായിരുന്നു. പക്ഷേ അതിനുശേഷം ഭാരതാംബ അവിടെ സ്ഥിരമാവുകയും ഗവർണർക്ക് ഗവർണറുടെ ഇഷ്ടത്തിന് ചെയ്യാനുള്ള ഒരു അധികാരം കൂടി സംസ്ഥാന സർക്കാർ മൗനമായി നൽകുന്ന ഒരു കാഴ്ച കൂടിയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചടങ്ങിൽ ആ ഒരു ഭാരതാംബയെ എടുത്ത് മാറ്റിയെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗവർണറും പിണറായി വിജയനും തമ്മിൽ ഇത്രയും നാളുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെയും അവർ പരസ്പരം സമവായത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. അല്ല, ഈ സമവായം ഒരു നാടകമായി കൂടെ? കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇത്രയും വലിയ വിഷയത്തിലൂടെ കടന്നു പോകുന്ന രണ്ടു പേർ അവർ ഒരു സമയമാകുമ്പോൾ വീണ്ടും ഒത്തുചേർന്നു. ഇപ്പോഴത്തെ പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ നമ്മൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ആ നീക്കങ്ങളിൽ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തിയത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. ഇപ്പുറത്ത് ജാതി മത നേതാക്കന്മാരെ ഒറ്റക്കെട്ടായി നിർത്തുന്നു. അപ്പം ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിന്, അതായത് ജാതി മത സംഘടനകളുടെ നേതാക്കന്മാരുടെ അവരുടെ ഒരു സ്റ്റാൻഡ് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും BJPക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് അവർ പലപ്പോഴും അവരുടെ നിലപാടുകൾ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ BJPക്ക് ഉന്നമനം നൽകാവുന്ന രീതിയിലാണ് അവർ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയനും ഈ ജാതിമത നേതാക്കന്മാരും തമ്മിലുള്ള ഈ ഒരു കൂടിച്ചേരലിന് കാരണം ഇപ്പുറത്ത് നിന്നുള്ള BJPയുടെ ഒരു സപ്പോർട്ട് ആയിക്കൂടെ? അല്ലെങ്കിൽ BJPയും CPMും തമ്മിലുള്ള അന്തർധാര ശക്തമാകുന്നതിൻ്റെ ലക്ഷണങ്ങളല്ലേ ഇതൊക്കെ? ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്നാൽ BJPയും CPMും തമ്മിലുള്ള അന്തർധാര എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഉചിതമായിട്ടുള്ളത് BJPയും പിണറായി വിജയനും തമ്മിലുള്ള അന്തർധാര എന്ന് പറയുന്നതാണ്. കാരണം പിണറായി വിജയന്റെ ഇന്നത്തെ പല നീക്കങ്ങളും CPMലെ പല നേതാക്കന്മാർക്കും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പിണറായി വിജയന്റെ സ്വന്തം താല്പര്യം മാത്രമാണ് BJPയോട് ചേർന്ന് പോകുന്നതും അല്ലെങ്കിൽ BJPയെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ഐഡിയോളജിയുമായി ചേർന്ന് പോകുന്നത് പിണറായി വിജയന്റെ മാത്രം താല്പര്യമാണ്. അതിനകത്ത് മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ഭാരതാംബ വിഷയമാണെങ്കിലും ഇതിനു മുൻപ് നടന്ന NSSന്റെയും SNDPയുടെയും നേതാക്കന്മാരെ ചേർത്ത് നിർത്തുന്നതൊക്കെ പിണറായി വിജയന്റെ സ്വന്തം താല്പര്യങ്ങളായിരുന്നു. അന്ന് പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ആഗോള അയ്യപ്പ സംഗമ സമയത്ത് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ചെറിയ ചെറിയ പിഴവുകൾ പോലും CPMലെ പല നേതാക്കന്മാരും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അതെല്ലാം തന്നെയും അവരുടെ താല്പര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ കാര്യങ്ങളായിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒന്ന് തന്നെയായിരുന്നു. ഈ ഒരു പിണറായി വിജയൻ BJP സഖ്യം, പിണറായി വിജയൻ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് വരാൻ BJPയുടെ സഹായം കൂടിയേ തീരൂ എന്നുള്ളൊരു പിണറായി വിജയന്റെ മാത്രം വിശ്വാസം
അദ്ദേഹത്തിന്റെ മാത്രം താല്പര്യമാണ് ഈ ഒരു നീക്കങ്ങളിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള മറ്റ് പല നേതാക്കന്മാരും ഈ ഒരു നീക്കത്തോട് താല്പര്യത്തോടു കൂടിയല്ല പോകുന്നത് എന്ന് നമുക്ക് ഇതിനു മുൻപുള്ള പല കാര്യങ്ങളിലും മനസ്സിലായിട്ടുമുണ്ട്. ഇപ്പോൾ BJPയെ സംബന്ധിച്ച് ഈ കേരളം പിടിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖമായ പിണറായി വിജയനും കൂടെ ചേർന്ന് നിന്നാൽ അവർക്കത് ഭാവിയിൽ ഉപകാരത്തിലേക്കാകും എന്നുള്ളൊരു ചിന്ത കൂടി ആയിരിക്കാം ഇന്നിപ്പോൾ പിണറായി വിജയന്റെ ഭാഗത്ത് അല്ലെങ്കിൽ പിണറായി വിജയനെ ചേർത്ത് നിർത്തിക്കൊണ്ട് BJPയുടെ ഓരോ നീക്കങ്ങളും. അതിന്റെ മറ്റൊരു ഭാഗമായി നമുക്ക് പിണറായി വിജയൻ അല്ലെങ്കിൽ ഗവർണർ സഖ്യത്തെ കാണാമെന്നുള്ളതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഗവർണർ പറഞ്ഞിരുന്നത് തന്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് പിണറായി വിജയൻ, വളരെയധികം സ്നേഹത്തോടെ അവർ ചേർന്ന് നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു നീക്കമായിരുന്നു ഗവർണറുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചുകൊണ്ട് പുറത്തേക്ക് പാഠപുസ്തകത്തിലെ ഒരു പോർഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് പിന്നാലെ വീണ്ടും പിണറായി വിജയനും ഗവർണറും തമ്മിൽ വീണ്ടും ചേർന്ന് നിൽക്കുകയും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള മഞ്ഞുരുക്കം തുടങ്ങി എന്ന് പറയുമ്പോൾ ഇതിന് എന്തർത്ഥമാണ്, അല്ലെങ്കിൽ സാധാരണപ്പെട്ട ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ട് ഇവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുകയല്ലേ? എനിക്ക് മനസ്സിലായതനുസരിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമല്ല, BJPക്ക് വളരണമെങ്കിൽ ഇവിടെ കമ്മ്യൂണിസം അത്യാവശ്യമാണ്. കമ്മ്യൂണിസം നിലനിൽക്കുമ്പോൾ ആളുകളുടെ ഇടയിലേക്ക് BJPക്ക് എതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇട്ടുകൊടുക്കുകയും പിന്നീട് ഇപ്പം വെറുപ്പിൻ്റെ അവസാനം ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയില്ലേ, അതേപോലെ അവസാനം BJPയിലേക്ക് ചേർന്ന് നിൽക്കുന്നതും ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. BJP അതിന് വേണ്ടിയിട്ടുള്ള പണികളെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ RSSന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് കേരളത്തിലാണ്. ഇത്രയും കൊല്ലം CPM പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇവിടെ BJP വളരാത്തത് എന്നാണ്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയന്റെ കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ BJPയിലേക്ക് ആളുകൾ പോയിട്ടുള്ളത് ഈ കാലഘട്ടത്തിലാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് BJPയുടെ അടുത്തേക്ക് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആളുകളുടെ ഇടയിലേക്ക് വിദ്വേഷവും മറ്റു കാര്യങ്ങളും ഇട്ടുകൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്കെതിരെ വിശ്വാസം എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. ആ വിശ്വാസം എന്ന് പറയുന്ന ഫാക്ടറിനെ നശിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഭക്തരുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള വിദ്വേഷത്തിലേക്ക് പോകും. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകൾ വരെ ഇപ്പൊ BJPയെ സപ്പോർട്ട് ചെയ്യുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ചേരിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ്. അങ്ങനെ പല രീതിയിൽ ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ തന്നെ എന്തോരം വിദ്വേഷ പ്രസംഗങ്ങളാണ് പലയിടങ്ങളിൽ നടത്തിയത്. എന്നിട്ട് പോലും ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇവിടുത്തെ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവരെ ചേർത്ത് നിർത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മലപ്പുറം ഒരു മുസ്ലിം ആളുകൾ കൂടി വരികയാണ്, അല്ലെങ്കിൽ മലപ്പുറത്തെ ഒരു മുസ്ലിം രാഷ്ട്രമായിട്ട് മാറ്റുന്ന രീതിയിലാണ് മലപ്പുറം ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന രീതിയിലുള്ള വർഗീയ പ്രസ്താവനകൾ നടത്തിയ വെള്ളാപ്പള്ളിയെ പോലും ചേർത്ത് നിർത്തുകയാണ്. അപ്പം മതനേതാക്കന്മാർക്കെതിരെ ഒരു നിലപാടും എടുക്കാതെ ഇത്തരത്തിൽ എത്ര വർഗീയത വേണമെങ്കിലും ഇവിടെ പ്രചരിപ്പിക്കാമെന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു മുസ്ലിം വർഗീയതയും ഹിന്ദു വർഗീയതയും അങ്ങനെ വർഗീയത പല വിധത്തിൽ ഉണ്ടാക്കി അതിനെ വ്രണപ്പെടുത്തി അതിനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് BJPക്ക് ഇവിടെ ഒരു നിലനിൽപ്പുണ്ടാകുന്നത്. ആ നിലനിൽപ്പിന് ഏറ്റവും കൂടുതലും ശക്തി പകരുന്നത് CPMന്റെ ചെയ്തികളാണ്. അപ്പം പിണറായി വിജയൻ എങ്ങനെയാണോ, ഇതൊരു നാടകമാണ്. ഈ നാടകത്തിൽ ഇവരൊരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത്ര കാലഘട്ടത്തിൽ ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ച് അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒരു മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ മാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാവും ആ ഒരു കാലഘട്ടത്തിലാണ് BJPക്ക് ഇത്രത്തോളം വളർച്ച ഉണ്ടാകുന്നത്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ വളർച്ച കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു അവിഹിത ബന്ധം നടന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം.